അപ്പോസ്തല പ്രവൃത്തി 27-14 ഇങ്ങനെ വായിക്കുന്നു. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. അപ്പോസ്തലനായ പൗലോസ് ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം യാത്ര തുടരുന്നു കാണുവാൻ സാധിക്കും. എന്നാൽ യാത്രാ മധ്യേ നേരിട്ട ശക്തമായ പ്രതികൂലത്തിന്റെ കാറ്റിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവം കൊടുത്ത വാഗ്ദത്തം നിവർത്തിക്കുകയില്ലെന്ന് വാദിച്ച ഒരു കാറ്റ്, അതിന്റെ പേരാണ് ഈശാന മൂലൻ. ജീവിതത്തിൽ ഒത്തിരി പീഡനങ്ങളും പ്രയാസങ്ങളും വേദനകളും നേരിട്ട മനുഷ്യനാണ് പൗലോസ്. എന്നാൽ അവിടെയെല്ലാം തകർന്നു പോകുകയല്ല, അതിനെയെല്ലാം അതിജീവിക്കുവാനും ജയിക്കുവാനുള്ള ദൈവകൃപ പ്രാപിച്ച് മുന്നോട്ട് തന്നെ പോയ ഒരു അഭിഷിക്തനാണ് അപ്പോസ്തലനായ പൗലോസ്. മെഡിറ്ററേനിയൻ കടലിൽ വളരെ ഗുരുതരമായി വീശുന്ന ചുഴലിക്കാറ്റ് പോലെയുള്ള വടക്കൻ കിഴക്കൻ കാറ്റാണ് ഈശാന മൂലൻ. യൂറോക്ലിഡൻ അല്ലെങ്കിൽ യൂറോക്ലൈഡൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. ഗ്രീക്ക് ദേവന്റെ പേരാകുന്ന യൂറസ് അല്ലെങ്കിൽ യൂറസ് എന്ന വാക്കിൽ നിന്നും കൊടുങ്കാറ്റ് എന്നർത്ഥം വരുന്ന ക്ലൂഡൻ എന്ന വാക്കിൽ നിന്നും ഉരുത്തിരിഞ്ഞാണ് ഈശാന മൂലൻ എന്ന പദം വന്നിരിക്കുന്നത്. അതിനർത്ഥം ശക്തമായി മരണം വിതയ്ക്കുന്ന, നാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 4 തരം കാറ്റുകളെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. കിഴക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്, വടക്കൻ കാറ്റ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 27-13 വായിക്കുമ്പോൾ അവിടെ തെക്കൻ കാറ്റിനെ കുറിച്ച് കാണുവാൻ സാധിക്കും. കാരണം തെക്കൻ കാറ്റ് ഒരല്പ ആശ്വാസം കൊണ്ടുവരുന്ന, ഊഷ്മളത കൊണ്ടുവരുന്ന, യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യം കൊണ്ടുവരുന്ന കാറ്റാണ് തെക്കൻ കാറ്റ്. ഈ തെക്കൻ കാറ്റ് കണ്ടപ്പോൾ ഒരല്പം ആശ്വാസം കണ്ടെത്തിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശാന മൂലൻ സകലത്തെയും തകർക്കുന്ന, മരണം വിതയ്ക്കുന്ന, നാശം വിതയ്ക്കുന്ന ഈ കാറ്റ് വീശിയപ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ലെന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ വാഗ്ദത്തമുള്ള ദൈവ പൈതലേ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ദൈവമാണ് വാഗ്ദത്തം തന്നതെങ്കിൽ, ദൈവമാണ് നമ്മോട് സംസാരിച്ചതെങ്കിൽ യാത്രയ്ക്ക് വിഘ്നം വരുത്തുവാൻ, യാത്രയുടെ അവസാനം കാണുവാനായിട്ട് അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന സകല ഈശാന മൂലനെയും വഴിമാറ്റി കളയുവാൻ ദൈവത്തിന് കഴിയും എന്നതിന്റെ തെളിവാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ, വെല്ലുവിളി നേരിടുമ്പോൾ, പലവിധമായ കാറ്റുകൾ പോലെ കാറ്റുകൾ വീശുമ്പോൾ ഇന്ന് തിരിച്ചറിയുക, നാം കേട്ട വാഗ്ദത്തം തകർക്കുവാൻ, നാം കേട്ട ദൈവശബ്ദം തകർക്കുവാൻ, നമ്മുടെ സ്വപ്നം തകർക്കുവാൻ, നമ്മുടെ യാത്ര തകർക്കുവാൻ അതിനൊന്നും കഴിയുകയില്ല. കാരണം ദൈവമാണ് യാത്രയൊരുക്കുന്നത്, ദൈവമാണ് വാഗ്ദത്തം നൽകുന്നത്, ദൈവമാണ് നമ്മോട് സംസാരിച്ചതെങ്കിൽ അതിന്റെ അന്ത്യം കാണുവാൻ, അതിന്റെ റിസൾട്ട് കാണുവാൻ, അതിന്റെ ഫലം കാണുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ 27-ാം അധ്യായം അവസാനം വായിക്കുമ്പോൾ ആ അവസാന വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കും, രക്ഷപ്പെട്ടവരെ കുറിച്ച് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ നഷ്ടം മുൻപിൽ കണ്ടപ്പോൾ, പ്രയാസം മുൻപിൽ കണ്ടപ്പോൾ, മരണം മുൻപിൽ കണ്ടപ്പോൾ അവിടെ അവസാനിക്കുകയല്ല. ദൈവശബ്ദം എന്താണോ ആ ദൈവശബ്ദമാണ് അവിടെ നിവർത്തിക്കപ്പെടുന്നത്. ഈശാനമൂലൻ എവിടെയെല്ലാം വീശിയിട്ടുണ്ടോ അവിടെയെല്ലാം മരണം കണ്ടിട്ടുണ്ട്, അവിടെയെല്ലാം നാശം കണ്ടിട്ടുണ്ട്. പക്ഷേ അഭിഷിക്തന്റെ ജീവിതത്തിൽ യാത്രയ്ക്ക് വിരോധമായി ഈശാനമൂലൻ ആഞ്ഞടിച്ചപ്പോൾ അഭിഷിക്തനല്ല തോറ്റുപോയത്, ഈശാനമൂലൻ തോറ്റുപോയി. ചരിത്രം വഴിമാറുകയാണ്, ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. ഇന്നലകൾ മരണം വിതച്ചെന്നും പറഞ്ഞ്, ഇന്നലകൾ നാശം വിതച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവന്റെ, ആരാധിക്കുന്നവന്റെ, വചനമനുസരിക്കുന്ന മുമ്പിലേക്ക് ഈശാനമൂലൻ വന്നാൽ ഈശാനമൂലനല്ല ജയിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ ജയിക്കും, വാഗ്ദത്തമുള്ളവൻ ജയിക്കും. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിലെ ഈശാനമൂലനല്ല ജയിക്കുന്നത്, കൊടുങ്കാറ്റുകളല്ല ജയിക്കുന്നത്. മരണം ഇത്രനാളും വിതച്ചെന്ന് പറഞ്ഞ് ആ ചരിത്രമായി കൊണ്ടു നടക്കുന്ന സകല പ്രയാസത്തെ നോക്കി, പ്രതികൂലത്തെ നോക്കി പൗലോസിന് പറയുവാനുണ്ട്, എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദം, എന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം, അതാണ് ജയിക്കുന്നത്, അതാണ് നിവർത്തിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വെല്ലുവിളിക്കുന്ന രോഗമാകട്ടെ, മരണകരമായ വിഷയമാകട്ടെ, എന്തു തന്നെയാണെങ്കിലും ജീവിതത്തിൽ ജയിക്കാൻ പോകുന്നത് ഈശാനമൂലനല്ല, ദൈവമാണ്. വാഗ്ദത്തം കേട്ട ദൈവ പൈതലേ, ദൈവശബ്ദം കേട്ട ദൈവ പൈതലേ, ആലോചനയുള്ള ദൈവ പൈതലേ, ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ വഴിയൊരുക്കും, ദൈവം നമ്മുടെ യാത്ര സുഗമമാക്കും, ദൈവം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മീയ ചിന്ത നിങ്ങൾക്ക് കൈമാറുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.